ഇതൊരു അസാധാരണ സാഹചര്യമാണ്. സാധാരണ CND രൂപീകരിച്ചപ്പോൾ ആ പാർട്ടിയാണ് വന്നത്. സുധാകരനും TK ഗോവിന്ദനും രണ്ടുപേരാണ്. മറ്റൊന്ന് കുഞ്ഞികൃഷ്ണനാണ്, ഒരാൾ PK ശശിയാണ്, മറുഭാഗത്ത് കോൺഗ്രസിൽ ചേർന്ന ഐഷ പോറ്റിയാണ്. അപ്പൊ മുൻ MLA-മാര്, മുൻ മന്ത്രിമാര്, CPM-ന്റെ സമുന്നതരായ ആളുകൾ UDF-ന്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന ചിത്രമാണ്. അപ്പൊ ഇത് അവരുടെ അടിത്തറ പിടിച്ചൊന്ന് കുലുക്കിയിട്ടുണ്ട്. അപ്പൊ അത് മുഴുവൻ ഞങ്ങൾ അമിതാവേശത്തിൽ പറയുന്നതല്ല, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരു ആഴ്ച പിന്നിട്ടു, ലാസ്റ്റ് ഡേറ്റ് ഇന്ന്. ഇലക്ഷൻ നോമിനേഷന്റെ പ്രോസസ്സ് പൂർത്തിയാവുന്നത് നാളെയാണ്. ഫൈനൽ ലിസ്റ്റ് വരുന്നത്. ഫൈനൽ ലിസ്റ്റ് വരുന്ന സമയമാകുമ്പോഴേക്കും UDF സെറ്റായിട്ടുണ്ട്. LDF-ലുള്ള ബന്ധചിത്രങ്ങൾ വളരെ ശക്തമായി പുറത്തു വന്നിട്ടുണ്ട്. ജനങ്ങളാണെങ്കിൽ അവരുടെ ദുരിതം ആളുകളോട് നേരിട്ട് പറയാൻ, ക്യാമറയിൽ ചെന്നാലും സ്ഥാനാർത്ഥികളോടായാലും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് ഇവരുടെ എല്ലാ പരസ്യവാചക കസർത്തുകളെയും തകർത്ത് എറിഞ്ഞുകൊണ്ട് യഥാർത്ഥ ജനവികാരം പ്രതിഫലിക്കുന്ന ഒരു ജനവിധിയായിരിക്കും വരാൻ പോകുന്നത്. ഈ പറയുന്നത് പോലെ LDF സർക്കാർ അല്ലെങ്കിൽ LDF അവര് വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിന് ഇറങ്ങിയിരിക്കുന്നത്. BJP ആണെങ്കിൽ വികസന മാറ്റങ്ങൾ എന്നുള്ളൊരു പ്രവചനമൊക്കെയാണ്. അപ്പോ UDF-ന്റെ ഭാഗത്തു നിന്ന് എന്താണ്, വികസനം തന്നെയാണോ നിങ്ങളുടെയും ഒരു പ്രധാന അജണ്ട? നമ്മുടെ വികസനം എന്ന് പറയുന്നത് ഇവര് പറയുന്ന റോഡിന് ടാറിടൽ മാത്രമല്ല. റോഡിന് ടാറ് വേണം, അതുപോലെ തന്നെ പുതിയ റോഡുകൾ വേണം. ഗവർണൻസ് എന്നുകൊണ്ട് കാര്യമുണ്ട്, ഭരണം. ഈ ഗവൺമെന്റിനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എ ഗവൺമെന്റ് വിത്തൗട്ട് ഗവർണൻസ് എന്ന് പറയാൻ കഴിയും. ഇപ്പൊ ക്ഷേമനിധി പെൻഷൻ 19 മാസമായി മുടങ്ങി. ക്ഷേമനിധി പെൻഷൻ മുടങ്ങി എന്നുള്ളതല്ല, ക്ഷേമനിധി തകർന്നു. അത് തൊഴിൽ വകുപ്പിന്റെ കീഴിലാണ്, ശിവൻകുട്ടിയാണ് മന്ത്രി, അല്ലെങ്കിൽ മറ്റാരാവട്ടെ. അപ്പൊ ആ ഗവർണൻസ് കംപ്ലീറ്റ് പൊളിഞ്ഞു. അതുപോലെ തന്നെ നെല്ലിന്റെ വില കൊടുത്താൽ അത് കിട്ടുന്നില്ല, അവിടെ ഗവർണൻസ് ഇല്ല. കാട്ടുമൃഗങ്ങളെ നാട്ടിൽ കയറി വരാതിരിക്കാനുള്ള ഗവർണൻസ് നടപടികളില്ല. കാട്ടുമൃഗങ്ങൾ വന്നു എന്നൊരു ഇൻസിഡന്റ് അല്ല. അതുപോലെ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി നേതാക്കൾ, സംഘടനാ പ്രവർത്തക നേതാക്കളായിരുന്നു. ഒരു സീറ്റ് കിട്ടാനായിരുന്നു ഇപ്പോ പണ്ടൊക്കെ ബുദ്ധിമുട്ട്, അടുത്ത കാലം വരെ. അത് MSc-ക്കും MA-ക്കും. ഇപ്പൊ പല പ്രധാനപ്പെട്ട കോളേജുകളും അവരുടെ MA, MSc, BA, BSc കോഴ്സുകൾ ഡിസ്അഫിലിയേറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അഫിലിയേറ്റഡ് കോളേജുകൾ തന്നെ ഇല്ലാതെയാവാൻ പോവാണ്. ഗവൺമെന്റിന് വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. ആശുപത്രിയിലേക്ക് വന്നാൽ കത്രിക വെച്ച് തയ്ക്കുന്നു, കൈ മുറിച്ച് കളയുന്നു,